ഇതൊരു 2 ദിവസത്തെ വീഡിയോ ആണ് ഗൈസ്. എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് കണ്ടത് 2 ദിവസത്തെ വീഡിയോ ആണെന്ന്. പിന്നെ എന്ത് ചെയ്യും, എഡിറ്റ് ചെയ്യും, അല്ലാതെ എന്ത് ചെയ്യാൻ. അപ്പം കുഞ്ഞു എന്നത്തെയും പോലെ നേരത്തെ റെഡിയായി നിൽപ്പുണ്ട്. അവൻ ഇച്ചിരി വെപ്രാളം കൂടുതലാണ്. അവന് പെട്ടെന്ന് പോകണം. 8:40 വണ്ടി വന്നത്, പക്ഷേ അവന് 8:30 ആകുമ്പോൾ ഇറങ്ങണം. ലവൾ എന്തൊക്കെയോ ഗഹനമായിട്ട് ആലോചിച്ചിട്ടാണ് കഴിക്കുന്നത്. നാളെ 2 ടെസ്റ്റ് പേപ്പർ ഉണ്ട്, അതിനെക്കുറിച്ചാണെന്ന് തോന്നണം. അങ്ങനെ ബസ് വന്ന് രണ്ടുപേരെയും കയറ്റി വിട്ടു. അന്ന് വൈകുന്നേരം കുഞ്ഞു തിരിച്ചൊരു ഗിഫ്റ്റുമായിട്ടാണ് വീട്ടിൽ വന്നത്. നല്ല അത്യാവശ്യം ചെറിയൊരു പനിയൊക്കെ കൊണ്ടുവന്നു. കടക്ക് പുറത്ത് വൃത്തികെട്ട പനിയെ. സ്കൂൾ തുറക്കുന്നത് വരെ ഒരു പനിക്കും വരണ്ടായിരുന്നു. സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോൾ എന്തേ പനിയും വന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങി. നല്ല ഞെരിപ്പം മഴയായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. വണ്ടിയൊക്കെ ആണെങ്കിൽ ചെളിയൊക്കെ ആടിച്ച് തെറപ്പിക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ, സ്കൂട്ടി ഉണ്ടായിട്ടല്ലേ ഈ നടന്നു പോണത്. സ്കൂട്ടി ഉണ്ടായാൽ മാത്രം പോരല്ലോ, ഓടിക്കാനും പഠിക്കണമല്ലോ. അങ്ങനെ മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് അയല കറി വെച്ച്, ചോറ് വെച്ച്, ക്യാബേജ് തോരൻ ഇട്ടു. അത് പാത്തുട്ടിക്ക് രാവിലെ കൊടുത്തുവിടാൻ വെച്ചതാണ്. എത്ര ശ്രമിച്ചാലും അടിയിൽ പിടിക്കുന്ന ഒരു തോരനാണ് ക്യാബേജ് തോരൻ. ഇനി എനിക്ക് മാത്രമാണോ? അങ്ങനെ അയല വറുക്കുകയും ചെയ്തു. എനിക്ക് പനിയാണ് എന്നറിയിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ് പുതപ്പിനടി കയറി തിന്നണത്. അങ്ങനെ ഇതേ പാത്തൂട്ടിക്ക് വന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ. ഗിഫ്റ്റല്ല, അത് അവൾ ഓർഡർ ചെയ്ത് വെച്ചൊരു ഷർട്ടാണ്. അത് വന്നത് അവൾ അറിഞ്ഞില്ല. അത് കാണിക്കാൻ വേണ്ടി പോകാൻ നിന്നപ്പോൾ അവൻ കാലി കെട്ടിപ്പിടിച്ചത്. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടെ അവൻ കാലി പിടിച്ചത്. അങ്ങനെ അവളുടെ ഡ്രസ്സ് ഞാൻ കൊണ്ട് കൊടുത്തു. 200 സംതിങ് രൂപയാണ് കേട്ടോ. മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അത് കണ്ടിട്ട് അവൾക്ക് പ്രത്യേകിച്ച് സന്തോഷം തോന്നിയില്ല. കാരണം ഓൾറെഡി അവൾ കണ്ട ഷർട്ടാണല്ലോ. എൻ്റെ മോളായതുകൊണ്ട് പൊക്കി പറയണില്ല. ഇനി എത്ര വലിയ സർപ്രൈസ് കൊടുത്താലും ആ മുഖത്ത് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും വരില്ല. ഒരു എക്സൈറ്റ്മെൻറ്റ് ചുമ്മെങ്കിലും കാണിയൊന്ന് അഭിനയിക്കെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല.